അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ശ്രോതാക്കളെ, അള്ളാഹു നമുക്ക് നൽകിയ ജീവിത വിഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനും അനുഭവിക്കുന്നതിനും വേണ്ടി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതം സമർപ്പിക്കുക. എന്നാൽ യജ്അൽ ലഹു മഖ്റജ, നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പോം വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ പോലും വിചാരിക്കാത്ത ഭാഗത്തുകൂടെ നിങ്ങൾക്ക് അള്ളാഹു തആല അവന്റെ ജീവിത വിഭവങ്ങൾ നൽകുന്നതാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജീവിത വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനു വേണ്ടി ആദ്യമായി തന്റെ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത് തന്നെ ഭയപ്പെട്ടുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കണമെന്ന് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിത വിഭവങ്ങൾ ധാരാളം ആളുകൾക്ക് നൽകുന്നു എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയാണ് അർ റസാഖ്, കൂടുതൽ ജീവിത വിഭവങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നവൻ. അള്ളാഹുവിന്റെ മഹത്തായ നാമം അതിനു പിന്നിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന പക്ഷികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണവും അതുപോലുള്ള ജീവിക്കാൻ ആവശ്യമായ മറ്റെല്ലാ സൗകര്യങ്ങളും നൽകിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഒരു ജീവിയുമില്ല അള്ളാഹു അതിന്റെ ഭക്ഷണം ഏറ്റെടുത്തിട്ടല്ലാതെ. ഓരോ ജീവിക്കുമുള്ള ഭക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ആ സൃഷ്ടികളെ ഈ ലോകത്തേക്ക് പടച്ചുവിടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഖലഖല്ലാഹു കുല്ല നഫ്സിൻ വകതബ ഹയാതഹ വറിസ്ഖഹ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ജീവികളെയും സൃഷ്ടിക്കുകയും അതിനുള്ള ജീവിതം എത്ര കാലമാണത് ജീവിക്കുക എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ആ ജീവിതകാലത്ത് അത് കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നത് കാണാം, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും. ഓരോരുത്തർക്കും ജീവിത വിഭവങ്ങൾ നൽകുന്നത് നാമാണ്. അള്ളാഹു തന്റെ വിശാലമായ അറിവും പരിചയവുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഓരോരുത്തർക്ക് അർഹതപ്പെട്ട വിഭവങ്ങൾ നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ. അള്ളാഹു തന്റെ അടിമകളോട് വലിയ കൃപയുള്ളവനാണ്. അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ എല്ലാം നൽകുന്നു. അള്ളാഹുവിന് ഓരോരുത്തർക്ക് നൽകുന്നതിന്റെ പിന്നിലും ധാരാളം രഹസ്യങ്ങൾ ഉണ്ടാകും. ആ രഹസ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ഒരു പക്ഷേ സൃഷ്ടികളായ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയും അള്ളാഹു തആല ഉത്തരവാദിത്വം ഏൽക്കുകയും ചെയ്ത ജീവിത വിഭവങ്ങളെക്കുറിച്ച് ഒരാളും ആശങ്കപ്പെടേണ്ടതില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത്, നിശ്ചയിച്ചത് തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ടാണ് ബുദ്ധിശാലികളിൽപ്പെട്ട ഒരാൾ പറയുന്നതായി കാണാം, അലിംതു അന്ന റിസ്ഖി ലാ യഖുദുഹു ഗൈരി ഫത്മഅൻതു നഫ്സി. എനിക്ക് നിശ്ചയിച്ച, എനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതൊരിക്കലും മറ്റൊരാൾ കൊണ്ടുപോകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സമാധാനമാണ്. എനിക്ക് കണക്കാക്കിയത് എനിക്ക് തന്നെ കിട്ടും. എനിക്ക് കണക്കാക്കാത്തതാവട്ടെ ഒരിക്കലും എനിക്ക് കിട്ടുകയുമില്ല. ഇങ്ങനെ ഓരോ മനുഷ്യരും ചിന്തിച്ചാൽ അത് വലിയ മനസ്സമാധാനത്തിന് വക നൽകുന്ന തത്വവാചകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം, ലാ തമൂതു നഫ്സുൻ ഹത്താ തസ്തൗഫി അഖ്സാ റിസ്ഖിഹാ. തനിക്ക് അല്ലാഹു നിശ്ചയിച്ച ഭക്ഷണം അത് തീർന്നു പോകുന്നതിന് മുമ്പ്
ഒരാളും മരണപ്പെടുകയില്ല, ഒരു ജീവിയും മരണപ്പെടുകയില്ല. അള്ളാഹു നിശ്ചയിച്ച ജീവിത വിഭവങ്ങൾ ആസ്വദിച്ചതിന് ശേഷം മാത്രമാണ് ഓരോ ജീവിയും മരണത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയത്തോടുകൂടി, ഭയഭക്തിയോടുകൂടി ജീവിക്കുക, അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ ജീവിത വിഭവങ്ങൾ തേടുക. അപ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ വിഭവങ്ങളും സമ്മാനിക്കും എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദനീയമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിരിക്കെ ഒരിക്കലും അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് നാം തിരിയരുത്. അതിനുള്ള വഴികളിലേക്ക് നാം ഒരിക്കലും സഞ്ചരിക്കരുത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ വെറുപ്പിനും കോപത്തിനും നമ്മൾ വിധേയരായി തീരും എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിത വിഭവങ്ങൾ നൽകുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. മറിച്ച് ഓരോ ആളുകൾക്കും അള്ളാഹു തആല അവരവരുടെ കഴിവും പ്രാപ്തിയും അതുപോലെ മറ്റ് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നോക്കിയാണ് അള്ളാഹു തആല ജീവിത വിഭവങ്ങൾ നിശ്ചയിക്കുന്നത്. ഖുർആൻ പറയുന്നു, ഫദ്ദല ബഅദകും അലാ ബഅദ് ഫിർ റിസ്ഖ്. റിസ്കിന്റെ വിഷയത്തിൽ നിങ്ങളിൽ ചിലരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയതാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്റെ സഹോദരനോട് അസൂയപ്പെടാൻ കഴിയില്ല. ഒരിക്കലും അള്ളാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ അതിനൊക്കെ നന്ദിയുള്ളവരാവുക. അതൊക്കെ യഥാവിധി മനസ്സിലാക്കി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ബാധ്യത. പ്രിയമുള്ള സഹോദരന്മാരെ, റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണ തെറ്റിദ്ധരിച്ച ഒരു കാര്യമാണ് റിസ്ക് അള്ളാഹുവിന്റെ ഭക്ഷണം മാത്രമാണെന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹു നമുക്ക് നൽകുന്ന മുഴുവൻ വിഭവങ്ങളും അതൊക്കെ റിസ്ക് തന്നെയാണ്. അത് കേവലം സമ്പത്തിലോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളിലോ ഒതുങ്ങുന്നതല്ല. അള്ളാഹു നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അത് മുഴുവനും റിസ്കിന്റെ പരിധിയിൽ വരും. ഈമാനും യഖീനും അത് അള്ളാഹു നൽകിയ റിസ്ക്കാണ്. ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും അള്ളാഹു നൽകിയ റിസ്ക്കാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. തത്വചിന്തകനായ ഒരാളുടെ അടുക്കലേക്ക് ഒരു സാധുവായ മനുഷ്യൻ കടന്നു വന്നൊരിക്കൽ പറഞ്ഞു അത്രേ, എനിക്ക് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളാണ് ഞാൻ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് വളരെ കുറച്ചു മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ തത്വചിന്തകൻ ആഗതനെ ഉപദേശിച്ചത് കിതാബുകളിൽ കാണാം. മോനെ, നിനക്കല്ലാഹു നൽകിയ ഈ കണ്ണുകൾ, ആ കണ്ണുകൾക്ക് പകരം ഞാനൊരു 1,00,000 ദിർഹം തന്നാൽ നിനക്ക് മതിയാകുമോ? ഉടൻ തന്നെ ആഗതൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. 1,00,000 ദിർഹം തന്നാൽ പോലും ഞാൻ എന്റെ കണ്ണുകൾ നിങ്ങൾക്കൊരാൾക്കും തരില്ല, അല്ലെങ്കിൽ അതിന് പകരമാവില്ല. ഉടനെ തന്നെ തത്വചിന്തകൻ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കരങ്ങൾക്ക് പകരം ഒരു 10,00,000 ദിർഹം തന്നാലോ? അദ്ദേഹം പറഞ്ഞു, വേണ്ട, 10,00,000-ത്തേക്കാൾ വിലമതിക്കുന്നതാണ് എനിക്ക് അല്ലാഹു നൽകിയ കൈകൾ. ഉടനെ തത്വചിന്തകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ നിന്റെ കയ്യിലുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചത് കുറവാണെന്ന് താങ്കൾ എങ്ങനെയാണ് പറയുക? അദ്ദേഹം ഉത്തരം മുട്ടി മടങ്ങിപ്പോയി എന്നാണ് ചരിത്രം. ഇതുപോലെയാണ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ വില ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാനാവുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങൾക്കിടയിൽ വിഹിതിക്കപ്പെട്ടിരിക്കുന്നു. ചില ആളുകൾക്ക് ചില പ്രത്യേക നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകും, അതേസമയം ചിലരുടെ സ്വഭാവം മോശമായിരിക്കും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത വിഭവങ്ങൾ പോലെ ഓരോ ആളുകൾക്ക് വേണ്ടിയും പ്രത്യേകം വിഹിതിക്കപ്പെട്ട് കൊടുത്തതാണ്. റിസ്കുകൾ, ജീവിത വിഭവങ്ങൾ എങ്ങനെയാണോ അല്ലാഹു തആല വിഹിതിച്ചിരിക്കുന്നത്, അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഭാവ ഗുണങ്ങളും വിഹിതിച്ചു കൊടുത്തിരിക്കുന്നത്. ചിലർക്കത് കൂടുതലുണ്ടാകും, മറ്റു ചിലർക്ക് സ്വാഭാവികമായി കുറവുണ്ടാകും. അതിലൊക്കെ അള്ളാഹുവിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു യുക്തി ഒളിഞ്ഞിരിപ്പുണ്ടാകും. വിവാഹം അള്ളാഹു നൽകിയ ഒരു വിഭവമാണ്. അതുപോലെ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹം അത് റിസ്ക്കാണ്. നമ്മുടെ പ്രിയങ്കരരായ നമ്മുടെ സന്താനങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്ക്കാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റിസ്ക് ഒരുപാടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുർആനിൽ പറയുന്നത് കാണാം, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ വറസഖക്കും മിനത് ത്വയ്യിബാത്. നിങ്ങൾക്ക് ഭാര്യമാരെ നൽകിയതും അവർക്കിടയിൽ സ്നേഹമുണ്ടാക്കിയതും നിങ്ങൾക്ക് മക്കളെയും പേരക്കിടാങ്ങളെയും നൽകിയതും എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതുകൊണ്ട് അതെല്ലാം അള്ളാഹുവിന്റെ റിസ്കിന്റെ പരിധിയിൽ വരുന്നതാണ്. മാത്രമല്ല ബുദ്ധിയും വിവേകവും അത് റിസ്ക്കാണ്. പരീക്ഷകളിലൊക്കെ നേടുന്ന വിജയം, അല്ലെങ്കിൽ ഇന്റർവ്യൂകളിൽ നേടുന്ന വിജയം, അല്ലെങ്കിൽ ജീവിതത്തിൽ മൊത്തം നേടുന്ന വിജയം, ബിസിനസ്സുകളിലെ വിജയം, ഇതെല്ലാം അള്ളാഹുവിന്റെ റിസ്ക്കാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ് അത് അള്ളാഹുവിന്റെ റിസ്ക്കാണ്. അതുപോലെ നല്ലൊരു മികച്ച നേതൃത്വം അത് റിസ്ക്കാണ്. എന്ന് മാത്രമല്ല നല്ല സുഖസുന്ദരമായ ജീവിതം അള്ളാഹു നൽകിയ റിസ്ക്കാണ്. ആരോഗ്യം സമ്പൽ സമൃദ്ധിയും അള്ളാഹു നൽകിയ റിസ്ക്കാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ അർത്ഥമുള്ള പദമാണ് റിസ്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും റിസ്കിനെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ബാധ്യതയാണെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരാൾ സന്തോഷത്തോടു കൂടി ഭയമേതുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി നേരം പുലർന്ന് അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ അടുക്കലുണ്ടെങ്കിൽ അവനും ദുനിയാവ് മുഴുവനും സംഘടിപ്പിച്ചവനും ഒരേ തരത്തിലാണ്. രണ്ടു പേർക്കും ഒരേ സ്ഥാനമാണുള്ളത്. അത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു തആല അവനും ഇവനും ഒരുപോലെ നൽകിയിട്ടുണ്ട്. അതുപോലെ പേരും പ്രശസ്തിയും അത് അല്ലാഹു നൽകുന്ന റിസ്ക്കാണ്. ജനങ്ങളുടെ സ്നേഹം അല്ലാഹു നൽകുന്ന റിസ്ക്കാണ്. അതുപോലെ ജനങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള ബാധ്യതകളും ബഹുമതികളുമൊക്കെ അല്ലാഹു നൽകുന്ന റിസ്ക് തന്നെയാണ്. ഈ റിസ്കുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി ചെയ്യണമെന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചതായി വിശുദ്ധ ഖുർആനിൽ കാണാം. റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ, നിങ്ങൾ എന്നോട് നന്ദി പ്രകടിപ്പിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ധാരാളം നന്ദിയുള്ളവരാവുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വിലയൊക്കെ മനസ്സിലാക്കിയാൽ നാം സ്വമേധയാ നന്ദിയുള്ളവരായി മാറും. ആ അനുഗ്രഹങ്ങളുടെ വില കുറച്ചു കാണുമ്പോഴാണ് നന്ദി ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നത്, അല്ലെങ്കിൽ അലസത തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ്, നന്ദി കാണിക്കുന്നവരാരോ അവർക്ക് നാം വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. നന്ദിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. അനുഗ്രഹങ്ങൾ എത്ര നന്ദി കാണിച്ചാലും മതിയാവാത്ത വിധം ഒരുപാട് വിശാലമായ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അള്ളാഹു ഓരോ വിശ്വാസിക്കും നൽകിയിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നല്ല ഋജുവായ പാത, ഇസ്ലാമിന്റെ പാതയിലേക്ക് അള്ളാഹു നമ്മെ ഹിദായത്താക്കിയത്, അനുഗ്രഹിച്ചത്. അതിനെത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും അധികമാവില്ല. അതുപോലെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാം, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല, ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു തആല കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഫംശൂ ഫീ മനാകിബിഹ, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കണം, സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. വകുലൂ മിർ റിസ്ഖി, അല്ലാഹുവിന്റെ വിഭവങ്ങൾ നിങ്ങൾ ഭക്ഷിക്കണം. അല്ലാഹുവിന്റെ വിഭവങ്ങൾ തേടി ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു അനുമതി നൽകുകയാണ്. വീണ്ടും ഒരായത്തിൽ പറയുന്നത് കാണാം, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നല്ലതിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. ഒരുപാട് ഭക്ഷണങ്ങൾ അല്ലാഹു തആല ഒരു പക്ഷേ തന്നിട്ടുണ്ടാകും, പക്ഷേ അതിൽ നല്ലത് തെരഞ്ഞെടുത്തു മാത്രം വേണം സത്യവിശ്വാസി ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണമായി ഉപയോഗിക്കാൻ. മാത്രമല്ല എപ്പോഴും അല്ലാഹുവിനോട് അവന്റെ വിഭവങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ട് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനാണ്. മഹാനവറുകളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം, വർസുഖ്നാ വ അൻത ഖൈറുർ റാസിഖീൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ജീവിത വിഭവങ്ങൾ നൽകണമേ, ഏറ്റവും നല്ല ജീവിത വിഭവങ്ങൾ നൽകുന്നവൻ നീ തന്നെയാകുന്നു. മാത്രമല്ല നിസ്കാരത്തിന്റെ 2 സുജൂദുകൾക്കിടയിൽ പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ച ദിക്ർ, ആ ദിക്റുകളിൽ പറയുന്നുണ്ട് വർസുഖ്നി, അല്ലാഹുവേ എനിക്ക് ജീവിത വിഭവങ്ങൾ നൽകണമേ. ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവിനോട് ജീവിത വിഭവങ്ങൾ നാം ഒക്കെ തേടിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.